നമ്മളൊരു പൂവിനെ നോക്കുകയാണ്, പക്ഷെ നമ്മളതിനെ കാണുന്നില്ല. അതൊരു പൂവാണെന്നുള്ള ഓർമ്മകൾ നമ്മുടെ അനുഭവത്തിന് തടസ്സമായി നിൽക്കുകയാണ് അവിടെ. അത്ഭുതങ്ങളുടെ ലോകത്തല്ല, മറിച്ച് ലേബലുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശിവൻ നൽകുന്ന 23ാമത്തെ വിദ്യ എന്നത് ഒരു വസ്തുവിനെ അനുഭവിക്കുകയും അതായി തീരുകയും ചെയ്യുക എന്നതാണ്. അതായത് ഒരു പൂവിനെ തൊട്ടറിയുകയും മണത്തറിയുകയും ഈ ലോകത്തെ മുഴുവൻ മറന്ന് ആ ഒരു പൂവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ മാത്രം മുങ്ങി മരിക്കുകയെന്ന്. ഈ പ്രപഞ്ചത്തിൽ നമുക്കും ആ പൂവിനും അപ്പുറം മറ്റൊന്നില്ലെന്ന് ബോധ്യപ്പെടുന്ന ആ നിമിഷം നമ്മൾ ആ പൂവായി മാറും. ശേഷം ആ പൂവിനെ കൂടി ഉപേക്ഷിക്കുക. പൂവായിരുന്ന ആ ഇടത്ത് വലിയൊരു ശൂന്യതയപ്പോൾ അനുഭവപ്പെടും. വസ്തുക്കളില്ലാത്ത, ഒന്നിലും പതിക്കാതെ നിൽക്കുന്ന നമ്മുടെ ബോധത്തിന്റെ ശുദ്ധമായ വെളിച്ചം മാത്രം അവിടെ ബാക്കിയാകും. ഇതാണ് ബുദ്ധൻ പറഞ്ഞ നിർവാണം. ഒരു പൂവിലൂടെ തുടങ്ങി ശൂന്യതയിൽ അവസാനിക്കുന്ന ഈ യാത്രയാണ് സാക്ഷാത്കാരം എന്നത്. നമ്മുടെ യഥാർത്ഥ പ്രകൃതം എന്നത് ആ ശുദ്ധമായ ബോധമാണ്. നമ്മളിന്ന് പനിനീർ പൂവിന്റെ ഗന്ധത്തിലൂടെ സമാധിയെ തൊടുകയാണ്. പ്രിയമുള്ളവരെ, നമസ്കാരം. ദിവ്യബോധത്തിൻ്റെ ഈ പുണ്യ സങ്കേതത്തിലേക്ക് പരമമായ സത്യത്തെ തേടിയിറങ്ങിയ ഏറ്റവും പ്രിയമുള്ള എല്ലാ ആത്മമിത്രങ്ങളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ 112 വിദ്യകളിൽ ഏറ്റവും സൗന്ദര്യാത്മകമായ 23ാമത്തെ വിദ്യയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സാധാരണയായി നമ്മൾ ധ്യാനം എന്ന് കേൾക്കുമ്പോൾ കണ്ണുകളടച്ച് ഇരുട്ടിലിരിക്കുന്ന ഒന്നായാണ് സങ്കല്പിക്കാറുള്ളത്. എന്നാൽ ഭഗവാൻ ശിവൻ ഇവിടെ നൽകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വഴിയാണ്. നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുവിനെ, അതൊരു പുഷ്പമാകാം, അല്ലെങ്കിൽ ഒരു ശിലയാകാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാകാം, അതിനെ എങ്ങനെ ഒരു ധ്യാനമാക്കി മാറ്റാം എന്നതാണ് ഈ വിദ്യ. നമുക്കറിയാം, ഈ ലോകം മുഴുവൻ വസ്തുക്കളാൽ നിറഞ്ഞിരിക്കുകയാണല്ലോ. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു വസ്തുവിനെയും അതിൻ്റെ പൂർണ്ണതയിൽ കണ്ടിട്ടുമില്ല. നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ആ സ്നേഹത്തിൽ നമ്മൾ അലിഞ്ഞു ചേരാറുമില്ല. ഇന്നത്തെ നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ ഒരു ചെറിയ പനിനീർപ്പൂവിനെ സ്പർശിക്കുന്നത് എങ്ങനെ ഒരു പ്രാർത്ഥനയാക്കാമെന്നും ആ സ്പർശനത്തിലൂടെ എങ്ങനെ നമ്മുടെ അഹന്തയെ അലിയിച്ചു കളയാമെന്നും ഇന്ന് നമ്മൾ പഠിക്കും. ഈ ആത്മീയ വിരുന്നിലേക്ക് ഏവരെയും ഞാൻ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കാഴ്ചയും അനുഭവവും തമ്മിൽ ആഴത്തിലുള്ള ഒരു വിടവുണ്ട്. നമ്മളൊരു പനിനീർപ്പൂവിനെ നോക്കുന്നു എന്ന് കരുതിയാൽ നോക്കിയ ഉടനെ തന്നെ നമ്മുടെ മനസ്സ് പറയും ഇതൊരു പനിനീർപ്പൂവാണെന്ന്. ആ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ കാഴ്ച അവിടെ അവസാനിക്കുകയും ചെയ്യും. സത്യത്തിൽ ആ പൂവിനെ കുറിച്ച് നമ്മൾ പുസ്തകങ്ങളിൽ വായിച്ചതും മുമ്പ് കണ്ടതുമായ ഓർമ്മകൾ നമ്മുടെ മുമ്പിലുള്ള ഈ പൂവിനെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ നമ്മൾ കാണുന്നത് ആ പൂവിനെ കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകളെയാണ്. നമ്മുടെ മുമ്പിലുള്ള ആ ജീവനുള്ള പുഷ്പത്തെ പൂർണ്ണമായും നമ്മളിവിടെ കാണുന്നില്ല. ഓഷോ പറയുന്നത് പോലെ നമ്മളെല്ലാം ലേബലുകളുടെ ലോകത്താണല്ലോ ജീവിക്കുന്നത്. ഒരു വസ്തുവിനെ കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ അതിന് ഒരു പേര് നൽകി അതിനെ ഒരു വശത്തേക്ക് മാറ്റിവെക്കും. അതുകൊണ്ട് തന്നെ പനിനീർപ്പൂ ഒരിക്കലും നമുക്ക് ഒരു അത്ഭുതമായി മാറുന്നില്ല. ഇവിടെ
നമ്മൾ ആ പൂവിനെ ശരിക്കും കണ്ടിരുന്നുവെങ്കിൽ, അതിനായി ശ്രമിച്ചിരുന്നുവെങ്കിൽ, ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം കണ്ട് നമ്മൾ നൃത്തം ചെയ്തേനെ. ഇവിടെ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. കാഴ്ച എന്നത് ഒരു അകലം പാലിക്കുന്ന ഇന്ദ്രിയം മാത്രമാണ്. എന്നാൽ സ്പർശമാണ് ഇവിടെ ഏറ്റവും അടുത്ത ബന്ധമെന്ന് ശിവൻ പറയുന്നുണ്ട്. നമ്മുടെ കൈകൾ കൊണ്ട് ആ പനിനീർ പൂവിനെ ഒന്ന് തൊട്ടു നോക്കുക. ആ മൃദുത്വം നമ്മുടെ വിരലുകളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ നിമിഷം തന്നെ പടരും. കണ്ണുകളടച്ച ആ പൂവിനെ നമ്മുടെ മുഖത്തോട് ചേർത്ത് വെക്കാം. അതിൻ്റെ ഇതളുകൾ നമ്മുടെ കവിളുകളിൽ സ്പർശിക്കട്ടെ. ആ തണുപ്പും മൃദുത്വവും ഒരു ശാരീരിക അനുഭവമായി ഈ നിമിഷം മാറണം അവിടെ. അതിൻ്റെ മണം ശ്വസിക്കുമ്പോൾ അത് നമ്മുടെ ശ്വാസകോശത്തിലേക്കല്ല, നമ്മുടെ ബോധത്തിലേക്കാണ് കയറുന്നതെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കണം. സ്നേഹമുള്ളവരെ, ഈ വിദ്യയുടെ കാതൽ എന്നത് നമ്മുടെ മുന്നിലുള്ള ഈ പനിനീർ പൂ ഒഴികെ മറ്റെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് അപ്രത്യക്ഷമായി അനുഭവിക്കുക എന്നതാണ്. മറ്റെല്ലാ പനിനീർ പൂക്കളെയും നമ്മളിവിടെ മറന്നേക്കുക. മറ്റെല്ലാ മനുഷ്യരെയും മറന്നേക്കുക. നമ്മുടെ പ്രശ്നങ്ങളെയും തിരക്കുകളെയും എല്ലാം മറന്നേക്കുക. ഈ ഒരു പനിനീർ പൂവ് മാത്രമാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഏക വസ്തു എന്ന് കരുതി അതിൽ നമ്മൾ മുങ്ങി മരിക്കണം. നമ്മുടെ മുഴുവൻ ബോധവും ആ പൂവിനെ കൊണ്ട് നിറയണം. പ്രിയമുള്ളവരെ, സത്യത്തിൽ നമ്മളെല്ലാവരും മരവിച്ചുപോയ മനുഷ്യരാണ്. ഒരു പൂവിനെ തൊടുമ്പോൾ അത് അനുഭവിക്കാൻ പോലും നമുക്ക് കഴിയാറില്ല. ഇതിനെയാണ് സ്പർശബോധമില്ലായ്മ എന്ന് വിളിക്കുന്നത്. എന്നാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇത് കുറെ കൂടെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഒരു കവിക്ക് മാത്രമേ ഒരു പൂവിനെ ഈ പ്രപഞ്ചമായി കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമുക്കുള്ളിലെ കവിയെയും കുട്ടിത്തത്തെയും അതിനായി ഉണർത്തേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, ധ്യാനം എന്നത് എവിടെയോ ഉള്ള ഒരു ദൈവത്തെ തേടിപ്പോകലല്ല, മറിച്ച് നമ്മുടെ മുന്നിലുള്ള ഒരു പുഷ്പത്തിലോ ഏതെങ്കിലും ഒരു വസ്തുവിലോ ഈ മുഴുവൻ ലോകത്തെയും മറന്ന് അലിഞ്ഞു ചേരുന്നതാണ് ധ്യാനം. അവിടെ ആ പൂ മാത്രമാകുകയും പിന്നീട് ആ പൂവിനെ കൂടി ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അവശേഷിക്കുന്നത് നമ്മുടെ ശുദ്ധ ബോധം മാത്രമായിരിക്കും. നമ്മളിപ്പോൾ ഒരു പനിനീർ പൂവിനെ എങ്ങനെ സ്പർശിക്കണമെന്നും എങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉണർത്തണമെന്നും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. നോക്കൂ, നമ്മുടെ കാഴ്ചയിൽ നിന്നും സ്പർശനത്തിലേക്കും അറിവിൽ നിന്ന് അനുഭവത്തിലേക്കും മാറുന്ന വിദ്യയാണ് നാം കണ്ടത്. ഇനി നമ്മൾ ഈ വിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. അതായത് നമ്മുടെ ബോധത്തെ എങ്ങനെ ഒരു ബിന്ദുവിലേക്ക് ചുരുക്കാമെന്നും ആ ബിന്ദുവിൽ നിന്ന് എങ്ങനെ ഈ ലോകത്തെ മുഴുവൻ മായ്ച്ചു കളയാമെന്നും പഠിക്കാം നമുക്ക്. നമ്മുടെ മുന്നിലുള്ള ആ പനിനീർപ്പൂവ് നമ്മുടെ ഹൃദയത്തോടിപ്പോൾ ചേർന്നിരിക്കുന്നുണ്ട്. അതിൻ്റെ ഗന്ധം നമ്മളിൽ നിറയുന്നുമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഭൗതികമായ സ്പർശനത്തിനപ്പുറം മാനസികമായ ഒരു ഏകത്വമാണ്. എങ്ങനെയാണ് മറ്റെല്ലാ വസ്തുക്കളെയും വിസ്മരിച്ചുകൊണ്ട് ഈ ഒരൊറ്റ പൂവിലേക്ക് മാത്രമായി നമ്മുടെ പ്രപഞ്ചത്തെ ചുരുക്കാൻ കഴിയുന്നതെന്ന് നോക്കാം നമുക്ക്. ശിവഭഗവാൻ ഈ വിദ്യയിൽ പറയുന്ന അതീവ രസകരമായ ഒരു കാര്യമെന്നത്, നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു വസ്തുവിനെ അനുഭവിക്കുകയും ഈ ഒരു വസ്തുവിനെ ഒഴിച്ച് മറ്റെല്ലാ വസ്തുക്കളുടെയും അഭാവത്തെ അനുഭവിക്കുകയും ചെയ്യുകയെന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒന്നിനെ നോക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ 1000 കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമ്മളൊരു പൂവിനെ മണക്കുമ്പോഴും നമ്മുടെ ഓഫീസ് കാര്യങ്ങളെക്കുറിച്ചോ വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ ചിന്തിക്കുകയാണെങ്കിൽ ആ അനുഭവം ആഴത്തിൽ നമ്മളിലേക്ക് കടന്നു വരില്ല. മനസ്സ് ചിതറിക്കിടക്കുമ്പോൾ ബോധം അവിടെ ദുർബലമാകും.
ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ പനിനീർ പൂ ഒഴികെ മറ്റെല്ലാം തന്നെ ഈ ലോകത്തു നിന്ന് ഇല്ലാതായി എന്ന് സങ്കല്പിക്കുകയല്ല, മറിച്ച് അത് അനുഭവിക്കുകയാണ് വേണ്ടത്. പതുക്കെ പതുക്കെ ഈ ലോകം മുഴുവൻ നമുക്ക് മുൻപിൽ നിന്നും മാഞ്ഞു പോകട്ടെ. നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് മറക്കാം, ശത്രുക്കളെ മറക്കാം, നമ്മുടെ പദവികളെയും അഹന്തയെയും മറക്കാം. നമുക്ക് പ്രപഞ്ചത്തിൽ ഇപ്പോൾ ഈ ഒരു പനിനീർ പൂവ് മാത്രമാണുള്ളത്. ആ പൂവിൽ നമ്മൾ മുങ്ങി മരിക്കുകയാണ്. അവിടെ പൂവ് മാത്രം അവശേഷിക്കുമ്പോൾ നമ്മളുടെ ഊർജം മുഴുവൻ ആ പൂവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. ഈ ഏകാഗ്രതയാണ് സമാധിയിലേക്കുള്ള ആദ്യ കവാടം എന്നത്. ഇത് പുരുഷന്മാരെക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് സ്ത്രീകൾക്കാണെന്ന് ശിവൻ സൂചിപ്പിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ പുരുഷന്മാർ പലപ്പോഴും യുക്തിയുടെയും ബുദ്ധിയുടെയും ലോകത്താണ് ജീവിക്കുന്നത്. അവർക്കൊരു പൂ എന്നാൽ ഒരു സസ്യശാസ്ത്രപരമായ വസ്തു മാത്രമാണ്. എന്നാൽ സ്ത്രീകൾ ഹൃദയത്തിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. അവർക്ക് സൗന്ദര്യബോധവും സ്പർശബോധവും കൂടുതലാണ്. ഒരു കവിയോ ചിത്രകാരനോ സംഗീതജ്ഞനോ അല്ലാത്ത ഒരു സാധാരണ പുരുഷന് ഒരു പൂവിനെ പ്രണയിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മളിനി സ്പർശബോധമുള്ളവരാകാൻ ശ്രമിക്കണം. നമുക്കുള്ളിലെ ആൺ പെൺ സന്തുലിതാവസ്ഥ കണ്ടെത്തിയാൽ മാത്രമേ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയുകയുള്ളൂ. സംവേദനക്ഷമത എന്നതൊരു ബലഹീനതയൊന്നുമല്ലട്ടോ, മറിച്ചത് ആത്മാവിന്റെ ശക്തിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും ഈ വിദ്യ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്. മഹാനായ ഓഷോ ഒരു സംഭവകഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ മകനെ ഓഷോ ഈ വിദ്യ പഠിപ്പിക്കുകയുണ്ടായി. നീ ഈ ലോകത്തെയെല്ലാം മറന്നുകൊണ്ട് ആ പൂവിൽ മാത്രം മുഴുകുകയെന്ന്. അല്പസമയത്തിന് ശേഷം ആ കുട്ടിയിൽ വന്ന മാറ്റം അത്ഭുതകരമായിരുന്നു. അത് ഓഷോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിശീലനത്തിന് ശേഷം നിനക്കിപ്പോൾ എന്താണ് തോന്നുന്നതെന്ന് ഓഷോ അവനോട് ചോദിച്ചപ്പോൾ ആ കുട്ടി മറുപടി നൽകിയത്, ഞാനൊരു പനിനീർ പൂവായി മാറിയിരിക്കുന്നു എന്നാണ്. ഇതാണ് ഈ വിദ്യയുടെ വിജയവും. നമ്മളൊരു വസ്തുവിനെ അത്രത്തോളം ആഴത്തിൽ അനുഭവിച്ചാൽ പിന്നീട് നമ്മളും ആ വസ്തുവും തമ്മിൽ വ്യത്യാസമില്ലാതാകും. കുട്ടിക്ക് ഇവിടെ ഓർമ്മകളില്ല, അവന് മുൻവിധികളുമില്ല. അതുകൊണ്ട് അവന് ഒരു പൂവാകാൻ എളുപ്പമാണ്. എന്നാൽ നമ്മൾ നമ്മുടെ അറിവുകൾ കൊണ്ടൊരു മതിൽ പണിതിരിക്കുകയാണ്. ആ മതിൽ തകർത്താൽ മാത്രമേ നമുക്കും ആ പൂവായി മാറാൻ കഴിയൂ. നമ്മൾ കുട്ടികളെ ഒരിക്കലും ധ്യാനം പഠിപ്പിക്കുന്നില്ല, മറിച്ച് അവരിലെ സ്വാഭാവികമായ ധ്യാനത്തെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ലോകത്തെ മറക്കുക എന്നത് കഠിനമായ പ്രവൃത്തിയൊന്നുമല്ല, മറിച്ച് ഒരു വസ്തുവിനോടുള്ള അതീവമായ സ്നേഹമാണത്. ആ സ്നേഹത്തിൽ ബാക്കിയുള്ളതെല്ലാം അപ്രത്യക്ഷമാകും. ഒരു കുട്ടിയെ പോലെ നിഷ്കളങ്കനാകാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ പനിനീർ പൂ തന്നെയാകും നമ്മുടെ ദൈവം. നമ്മൾ ആ പൂവായി മാറുന്ന നിമിഷം നമ്മുടെ വ്യക്തിത്വം അലിഞ്ഞു ചേരാൻ തുടങ്ങും. ഒരു പനിനീർ പൂവിലൂടെ എങ്ങനെ കുട്ടികളെ പോലെ നിഷ്കളങ്കമാകാമെന്ന് നമ്മൾ കണ്ടു. ആ പനിനീർ പൂ ഒഴികെ മറ്റെല്ലാം അപ്രത്യക്ഷമാകുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു തലത്തെക്കുറിച്ചാണ്. അതാണ് പ്രണയമെന്നത്. ഭഗവാൻ ശിവൻ നൽകുന്ന ഈ വിദ്യ യഥാർത്ഥത്തിൽ പ്രണയത്തിൻ്റെ പരമോന്നതമായ ഒരു രൂപമാണ്. ഒന്നിനെ മാത്രം സ്നേഹിക്കുകയും ആ സ്നേഹത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ മറക്കുകയും ചെയ്യുക എന്നത്.
പ്രണയം എന്തുകൊണ്ടാണ് ധ്യാനമാകുന്നു എന്നും അവിടെ മറ്റൊരാളുടെ സാന്നിധ്യം എങ്ങനെ തടസ്സമാകുന്നു എന്നും നമുക്ക് പരിശോധിക്കാം. പ്രണയമെന്നത് ഈ ലോകത്തെ മായ്ച്ചു കളയുന്ന ഒരു മാന്ത്രികതയാണ്. നിങ്ങൾ ആരെയെങ്കിലും യഥാർത്ഥത്തിൽ പ്രണയിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്കറിയാം ഈ പ്രിയപ്പെട്ട വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ഈ ലോകം മുഴുവൻ അപ്രത്യക്ഷമാകുന്നത് എങ്ങനെയെന്ന്. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവളെയോ പ്രിയപ്പെട്ടവനെയോ നോക്കിയിരിക്കുമ്പോൾ ബാക്കിയുള്ള മനുഷ്യർ, വീട്, ജോലി, പ്രശ്നങ്ങളെല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകും. അവിടെ ആ വ്യക്തി മാത്രമാണ് സത്യമായിട്ടുള്ളത്. ഇതിനെയാണ് ഞാൻ ധ്യാനം എന്ന് വിളിക്കുന്നത്. പ്രണയം ഒരു വിദ്യയാണ്. ഒരു വ്യക്തിയോടുള്ള നമ്മുടെ പ്രേമം അഗാധമാണെങ്കിൽ ആ വ്യക്തി ഒഴികെ മറ്റെല്ലാ വസ്തുക്കളുടെയും അഭാവം നമ്മൾ അനുഭവിക്കും. നമ്മളിപ്പോഴും ഈ ലോകത്തെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പ്രണയമല്ലെന്ന് ഉറപ്പിച്ചു പറയാം. മറിച്ചത് കേവലം ഒരു ഉടമ്പടി മാത്രമാണ്. പലരും പറയാറുള്ളത് ധ്യാനിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ്. അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തിനെയെങ്കിലും അഗാധമായി പ്രണയിക്കൂ എന്നാണ്. അതൊരു പൂവാകാം, ഒരു കല്ലാകാം, അല്ലെങ്കിൽ ഒരു മനുഷ്യനാകാം. ആ സാന്നിധ്യത്തിൽ ഈ ലോകത്തെ മറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധ്യാനത്തിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ധ്യാനവും പ്രേമവും എങ്ങനെ കെട്ടുപിടിഞ്ഞ് കിടക്കുന്നു എന്ന് വ്യക്തമാക്കാൻ ഓഷോ ഒരു രസകരമായ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ഒരിക്കലൊരു സുഹൃത്തും ഭാര്യയും ഓഷോയെ കാണാൻ വരികയുണ്ടായി. ആ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു വലിയ പരാതി ഉണ്ടായിരുന്നു. ഓഷോയുടെ ശിഷ്യനായ ആ സുഹൃത്ത് ഒരു വർഷമായി ധ്യാനം പരിശീലിക്കുന്നുണ്ട്. ധ്യാനം അതിൻ്റെ ഉച്ചാവസ്ഥയിലെത്തുമ്പോൾ അയാൾ അറിയാതെ തന്നെ തൻ്റെ ഗുരുവിൻ്റെ പേരായ രജനീഷ് എന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങും. അത് അയാൾക്ക് വലിയൊരു ഊർജം നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രശ്നം തുടങ്ങിയത് അവിടെ ആയിരുന്നില്ല. അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ പരകോടിയിൽ, ഓർഗാസം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ തന്നെ അയാൾ രജനീഷ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതാ ഭാര്യയെ വല്ലാതെ വേദനിപ്പിച്ചു. നമ്മൾ സ്നേഹിക്കുമ്പോൾ എന്തിനാണ് ഈ മൂന്നാമൻ ഇടയിൽ വരുന്നത് എന്നതായിരുന്നു അവളുടെ ചോദ്യം. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ആ സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ധ്യാനവും രതിമൂർച്ചയും ഒരേ തലത്തിലാണ്. ആ ആനന്ദത്തിൻ്റെ നിമിഷത്തിൽ അയാൾ ഈ ലോകത്തെ മുഴുവൻ മറക്കുകയാണ്. ആ മറവിയിൽ ബാക്കിയാകുന്നത് അയാളുടെ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ ആ ഒരേ ഒരു നാമമാണ്. എന്നാൽ ഭാര്യയുടെ പരാതിയും ഇവിടെ ന്യായമാണ് കേട്ടോ. പ്രേമം നിരുപാധികമായ സ്വകാര്യത ആവശ്യപ്പെടുന്ന ഒന്നാണ്. മറ്റൊരാളുടെ സാന്നിധ്യം അവിടെ ഒരു തടസ്സമാണ്. പ്രേമത്തിന് സ്വകാര്യത അത്രമേൽ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ കാരണം അത് മറ്റെല്ലാം മറക്കാനുള്ള ഒരു ഇടമാണ് എന്നതാണ്. അമേരിക്കയിലും യൂറോപ്പിലും ഗ്രൂപ്പ് സെക്സ് അഥവാ സംഗരതി പോലുള്ള പരീക്ഷണങ്ങൾ നടക്കാറുണ്ട്. ഒരേ മുറിയിൽ തന്നെ പല ദമ്പതികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നൊരു രീതി. ഓഷോ ഇതിനെ ശുദ്ധ അസംബന്ധം എന്നാണ് വിളിക്കുന്നത്. കാരണം മറ്റുള്ളവരുടെ സാന്നിധ്യം അവിടെ ഉള്ളപ്പോൾ നമുക്കൊരിക്കലും ആഴത്തിലേക്ക് പോകാൻ കഴിയില്ല. അത് വെറുമൊരു ലൈംഗിക ലഹരി മാത്രമായി മാറും. പ്രേമത്തിന് ധ്യാനാത്മകമാകണമെങ്കിൽ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കുമിടയിൽ പ്രപഞ്ചം പോലും ഉണ്ടാകരുത്. ഈ വിദ്യ പറയുന്നതും അത് തന്നെയാണ്. ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും മറ്റെല്ലാത്തിൻ്റെയും അഭാവത്തെ അനുഭവിക്കുകയുമെന്ന്. അത് പാറയായാലും പൂവായാലും മനുഷ്യനായാലും ഈ വ്യവസ്ഥ അവിടെ പാലിക്കപ്പെട്ടിരിക്കണം. സ്നേഹമുള്ളവരെ, പ്രണയമെന്നത് ഈ ലോകത്തെ ഉപേക്ഷിക്കാനുള്ള ഏറ്റവും മനോഹരമായ ഒരു മാർഗമാണ്. ഒരു വസ്തുവിനോട് നമുക്ക് അഗാധമായ സ്നേഹബന്ധമുണ്ടെങ്കിൽ
അതിലൂടെ നമുക്ക് സമാധിയിലേക്കുള്ള വാതിൽ തുറക്കാവുന്നതാണ്. ആ വസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം ബോധമുറച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഒന്നാം ഘട്ടം ഇവിടെ പൂർത്തിയാക്കും. നമ്മളിവിടെ പനിനീർപ്പൂവിൻ്റെ മൃദുത്വത്തെക്കുറിച്ചും പ്രണയത്തിൻ്റെ ആഴത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു. മൃദുവായ ഒരു പൂവിനെ സ്നേഹിക്കാൻ എളുപ്പമാണല്ലേ? എന്നാൽ തന്ത്രവിദ്യ ഇവിടെയും അവസാനിക്കുന്നില്ല. ഭഗവാൻ ശിവൻ നമ്മെ കൂടുതൽ കൂടുതൽ ആഴത്തിലുള്ള ഒരു പരീക്ഷണത്തിലേക്ക് നയിക്കുകയാണ് ഇവിടെ. നമ്മുടെ മുന്നിൽ ഒരു കല്ലോ പാറയോ ഇരിക്കുകയാണെങ്കിൽ ആ വസ്തുവിനോട് നമുക്ക് ഇതേ ഏകത്വം അനുഭവിക്കാൻ കഴിയുമോ? അതായത് ഒരു പൂവിനോട് തോന്നുന്ന അതേ പ്രണയം ഒരു പാറയോട് നമുക്ക് തോന്നുമോ? ഇവിടെയാണ് ജപ്പാനിലെ സെൻ ഗുരുനാഥന്മാരുടെ വിദ്യകൾ പ്രസക്തമാകുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു പൂവെടുത്താൽ അത് വാടിപ്പോകും. എന്നാൽ പാറകളോ? അവ നിത്യതയുടെ സാക്ഷികളാണ്. ഒരു കല്ലിനെ സ്നേഹിക്കുന്നത് വഴി സമാധിയിലേക്കുള്ള വാതിൽ എങ്ങനെ തുറക്കാമെന്ന് നോക്കാം നമുക്ക്. നിങ്ങളെല്ലാവരും ജപ്പാനിലെ സെൻ ബുദ്ധ വിഹാരങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം. അവിടെയൊക്കെ അതിമനോഹരമായ പൂന്തോട്ടങ്ങൾക്ക് പകരം ശിലാ ഉദ്യാനങ്ങളാണുള്ളത്. അവിടെ പൂക്കളില്ല, പച്ചപ്പില്ല, വെള്ളമില്ല. ഉള്ളത് വെറും മണലും പാറകളും മാത്രം. എന്തുകൊണ്ടായിരിക്കും സെൻ ഗുരുക്കന്മാർ ഇത്തരമൊരു ഉണങ്ങിയ അന്തരീക്ഷം തിരഞ്ഞെടുത്തതെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? ഇതിനവർ പറയുന്നത്, പൂക്കൾ നമ്മളെ പെട്ടെന്ന് ആകർഷിക്കും, പക്ഷേ പാറകൾ നമ്മളെ നിശബ്ദനാക്കുമെന്നാണ്. പാറകൾക്ക് അവിടെ ഭാഷയില്ല, അവയ്ക്ക് ചലനമില്ല. അവ ആയിരക്കണക്കിന് വർഷങ്ങളായി അവിടെ ഇരിക്കുകയാണ്. ശരി, നമുക്കും ഒരു പാറയെ കണ്ടെത്തി ഈ ലോകത്തെ മുഴുവൻ മറന്ന് അതിൽ മുഴുകാൻ ശ്രമിക്കാം. ആ പാറയുടെ തണുപ്പും അതിൻ്റെ കാഠിന്യവും നമ്മുടെ ബോധത്തിന്റെ ഭാഗമാകണം. ഓർക്കണം, സെൻ ഗുരുനാഥന്മാർ പാറയിലിരുന്ന് ധ്യാനിക്കുന്നത് പാറയായി മാറാനാണ്. ഒരു പാറയുമായി നമുക്ക് അഗാധമായ സ്നേഹബന്ധം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ആർക്കും നമ്മളെ ഒരു കാര്യത്തിലും തടസ്സപ്പെടുത്തുവാൻ കഴിയില്ല. പാറയോടുള്ള പ്രണയം നമ്മുടെ ഉള്ളിലെ ചഞ്ചലതയെ ഇല്ലാതാക്കും. ഒരു കല്ലിനെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളതെന്ന് ചിലർക്ക് തോന്നാം. ശിവൻ ഇതിന് നൽകുന്ന മറുപടി അതീവ ശ്രദ്ധേയമാണ്. നമ്മളൊരു പാറയെ സ്നേഹിക്കാൻ പഠിച്ചാൽ നമുക്കൊരു മനുഷ്യനെയും സ്നേഹിക്കാൻ കഴിയും. സത്യത്തിൽ മനുഷ്യർ ശിലകളെ പോലെയാണ്. ഒരുപക്ഷെ കല്ലുകളെക്കാൾ കാഠിന്യമുള്ളവരാണ് മനുഷ്യർ. അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അവർ തങ്ങൾക്ക് ചുറ്റും അഹന്തയുടെയും മുൻവിധികളുടെയും വലിയ മതിലുകൾ പണിതിട്ടുണ്ട്. നമുക്കൊരു കല്ലിനോട് സംവേദനക്ഷമത നമുക്കുണ്ടെങ്കിൽ, ആ കല്ലിന്റെ നിശബ്ദമായ ഭാഷ നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നമുക്ക് മനുഷ്യരുടെ ഉള്ളിലെ ആ നിശബ്ദതയും തൊട്ടറിയാൻ കഴിയും. സ്നേഹിക്കാൻ ഒരു കാരണവും നൽകാത്ത ഒരു കല്ലിനെ സ്നേഹിക്കാൻ കഴിയുന്നവന് ഈ പ്രപഞ്ചത്തിലെ എന്തിനേയും സ്നേഹിക്കാൻ കഴിയും. അവിടെ സ്നേഹം എന്നത് ഒരു പ്രതികരണമല്ല, മറിച്ച് നമ്മുടെ സ്വഭാവമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ വിദ്യ പരിശീലിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതൊരു പുഷ്പമാകാം, ഒരു പാറയാകാം, അല്ലെങ്കിൽ ചുവരിന്മേൽ പതിക്കുന്ന ഒരു പ്രകാശമാകാം. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, നിത്യവും ആ വസ്തുവിനെ മാറ്റിക്കൊണ്ടിരിക്കരുത് എന്നതാണ്. നമ്മളൊരു പാറയെയാണ് തിരഞ്ഞെടുക്കുന്നെങ്കിൽ എല്ലാ ദിവസവും ആ പാറയോടൊപ്പം തന്നെ ഇരിക്കണം. ആ പാറയുടെ ഓരോ അരികും അതിൻ്റെ ഓരോ തഴമ്പും നമ്മുടെ വിരലുകൾക്ക് പരിചിതമാകണം. ഇപ്പോൾ ഞാൻ ആ പാറയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ നമ്മിൽ വരണം. ഒന്നാം ഭാഗം പൂർത്തിയാകുന്നത് അവിടെയാണ്.
ഈ ലോകം മുഴുവൻ വിസ്മരിക്കപ്പെടുകയും നമ്മുടെ ബോധത്തിൽ ആ വസ്തു മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന നിമിഷം മൃദുത്വത്തിൽ നിന്ന് കാഠിന്യത്തിലേക്കുള്ള യാത്രയാണിത്. പൂവിനോട് തോന്നുന്ന സ്നേഹം കല്ലിനോട് തോന്നുമ്പോൾ നമ്മുടെ സംവേദനക്ഷമത പൂർണ്ണമാകുകയാണ്. ഒരു വസ്തുവിനെ കൊണ്ട് നമ്മുടെ ബോധം നിറഞ്ഞു നിൽക്കുന്ന ഈ ഘട്ടം സമാധിയിലേക്കുള്ള പീഠമാണ്. പാറയാകുക എന്നതിനർത്ഥം നിശബ്ദനാകുക എന്നതാണ്. ആ നിശബ്ദതയിൽ ഈ ലോകം മുഴുവൻ അലിഞ്ഞു ചേരും. ഇനി നമ്മൾ ഏറ്റവും പവിത്രമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി നമ്മൾ പടിപടിയായി ഒരു വസ്തുവിനെ, അത് പനിനീർപ്പൂവാകാം അല്ലെങ്കിൽ ഒരു ശിലയാകാം, അതിനെ പ്രണയിക്കാനും അതിൽ ലയിക്കാനും പഠിച്ചു. ഇപ്പോൾ നമ്മുടെ ലോകം ആ ഒരേ ഒരു വസ്തുവിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നും തന്നെ ബാക്കിയില്ല. ആ വസ്തുവും നമ്മളും മാത്രമായിട്ടുണ്ടാകും. അവിടെ ഒരു അഗാധമായ അനുഭാവം നിലനിൽക്കുന്നുണ്ട്. ഇനി ശിവൻ നമ്മോട് ആവശ്യപ്പെടുന്നത് വിപ്ലവകരമായ ഒരു കാര്യമാണ്. സമാധിയിലേക്കുള്ള യാത്രയിൽ നാം ഉപയോഗിച്ച ആ അവസാനത്തെ താങ്ങും ആ വാഹനവും ആ അവസാനത്തെ ഏണിയും ഉപേക്ഷിക്കാനുള്ള സമയമായി എന്ന്. വസ്തുബോധത്തെയും അഭാവബോധത്തെയും കൈവെടിഞ്ഞുകൊണ്ട് ആ ശൂന്യതയെ സാക്ഷാത്കരിക്കുക എന്നതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ശിവൻ പറയുന്നു, വസ്തുബോധത്തെയും അഭാവബോധത്തെയും കൈവെടിയുകയെന്ന്. ഇതിന്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നേരിട്ട് ശൂന്യതയിലേക്ക് നോക്കാൻ ഭയമാണ്. അതുകൊണ്ടാണ് നാം ഒരു വസ്തുവിനെ കൂട്ടുപിടിക്കുന്നത്. ഇവിടെ പനിനീർപ്പൂവിടെ ഒരു വാഹനം മാത്രമായിരുന്നു. ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ നാം വാഹനത്തിൽ നിന്ന് ഇറങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ആ പനിനീർപ്പൂവിൽ മുങ്ങി മരിക്കുകയാണ്. ലോകമെല്ലാം മറന്നു കഴിഞ്ഞു. ഇനി അതീവ ശ്രദ്ധയോടെ ആ പനിനീർപ്പൂവിനെ കൂടി നമ്മുടെ ബോധത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. ആ വസ്തുവിനോടുള്ള നമ്മുടെ അനുഭാവത്തെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് അവിടെ ഒന്നുമില്ലാതാകും. ഇത്രയും നേരം ആ പൂ നിറഞ്ഞു നിന്ന ഇടത്ത് വലിയൊരു ശൂന്യത അനുഭവപ്പെടും. ആ ശൂന്യതയിലേക്ക് നമ്മൾ പതിക്കും. അവിടെയാണ് നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുന്നത്. ബോധത്തിന്റെ ഈ അവസ്ഥയെ മനസ്സിലാക്കാൻ ഒരു വിളക്കിനെ സങ്കല്പിച്ചാൽ മതി. ഒരു ഇരുട്ടുള്ള മുറിയിൽ നമ്മൾ ഒരു വിളക്ക് കത്തിച്ചു വെക്കുന്നു എന്ന് കരുതുക. ആ വെളിച്ചത്തിൽ മുറിയിലുള്ള കസേരയും മേശയും ചുവരുമെല്ലാം പ്രകാശിക്കും. വെളിച്ചം ആ വസ്തുക്കളിലെല്ലാം തട്ടി നിൽക്കുകയാണ്. പതുക്കെ നമ്മളിപ്പോൾ ആ മുറിയിലെ വസ്തുക്കളെല്ലാം ഓരോന്നോരോന്നായി പുറത്തേക്ക് മാറ്റുകയാണെങ്കിൽ ആ മുറി അവിടെ ശൂന്യമാണ്. പക്ഷെ ആ വിളക്ക് അവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ആ വിളക്കിന്റെ പ്രകാശം എന്തിലാണ് പതിക്കുന്നത്? ഒന്നിലും ഉണ്ടാകില്ല. ആ പ്രകാശം പ്രകാശമായി മാത്രം അവശേഷിക്കുകയാണ് അവിടെ. ഇതിനെയാണ് ബുദ്ധൻ നിർവാണം എന്ന് വിളിച്ചത്. നിർവാണം എന്നാൽ കെട്ടുപോകൽ എന്നല്ല, മറിച്ച് വസ്തുക്കളില്ലാത്ത ശുദ്ധമായ വെളിച്ചം എന്നാണ് അർത്ഥം. മഹാവീരൻ ഇതിനെ കൈവല്യം എന്ന് വിളിച്ചു, അതായത് പൂർണ്ണമായ ഏകാഗ്യത്വം. ഉപനിഷത്തുകൾ ഇതിനെ ബ്രഹ്മാനന്ദം എന്നും വിളിക്കുന്നു. ശിവൻ പറയുന്നത് ആ ശൂന്യസ്ഥലിയെ സാക്ഷാത്കരിക്കുക എന്നാണ്. കാരണം ആ ഒന്നുമില്ലായ്മയാണ് നമ്മുടെ യഥാർത്ഥ പ്രകൃതം. നമ്മുടെ മനസ്സ് അതീവ കൗശലക്കാരനാണെന്ന് നമ്മൾ മുൻപൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മുഴുവൻ വിദ്യയും ഒരൊറ്റ ഇരിപ്പിൽ ചെയ്യാൻ അത് നമ്മളെ നിർബന്ധിക്കും. എന്നാൽ അങ്ങനെ ചെയ്താൽ നമ്മൾ തീർച്ചയായും പരാജയപ്പെടും. ശിവൻ ഇവിടെ നൽകുന്ന ഉപദേശം എന്നത് ആദ്യമായി ആഴ്ചകളോളം ഒരു വസ്തുവിനെ മാത്രം അനുഭവിക്കാൻ പഠിക്കുക എന്നാണ്. അതായത് പനിനീർപ്പൂവിനെ കൊണ്ട് നിറഞ്ഞവനായി തീരുക. ഇപ്പോൾ ഞാൻ ആ പുഷ്പമാണെന്ന് പറയാൻ കഴിയുന്ന അത്രയും ആഴത്തിൽ 1-ാം ഭാഗം പൂർത്തിയാക്കണം. 1-ാം ഭാഗം ശരിയായി ചെയ്താൽ 2-ാം ഭാഗമായ ഉപേക്ഷിക്കൽ അവിടെ സ്വാഭാവികമായി സംഭവിച്ചുകൊള്ളും.
ഒരു പൂവിന് വേണ്ടി ലോകത്തെ മറക്കാൻ കഴിഞ്ഞവന് സത്യത്തിന് വേണ്ടി ആ പൂവിനെയും മറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷെ ഇവിടെ ധൃതി കാണിക്കുവാൻ പാടില്ല. ഓരോ ചുവടും ഉറപ്പിച്ചു മാത്രം മുന്നോട്ട് പോകണം. വസ്തുവിൽ നിന്ന് വസ്തുവില്ലായ്മയിലേക്കുള്ള ഈ വീഴ്ചയാണ് പ്രബുദ്ധത എന്നത്. വസ്തുക്കളിൽ പതിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ബോധം വസ്തുക്കൾ ഇല്ലാതാകുമ്പോൾ തന്നിലേക്ക് തന്നെ തിരിയുകയാണ് ചെയ്യുന്നത്. മലിനപ്പെടാത്ത അവാപ്യമായ ആ ശുദ്ധമായ അസ്തിത്വമാണ് നമ്മുടെ ആത്മാവ്. ഒന്നുമില്ലായ്മയെ നേരിട്ട് സമീപിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നാം ഒരു വസ്തുവിനെ വാഹനമാക്കിയത്. ഇപ്പോൾ ആ വാഹനത്തെയും ഉപേക്ഷിക്കാനുള്ള ധൈര്യം നാം സംഭരിക്കേണ്ടതുണ്ട്. പ്രിയമുള്ള ആത്മസാധകരെ, നമ്മുടെ ഈ പ്രഭാഷണത്തിൻ്റെ പരമമായ ഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. നമ്മൾ പനിനീർപ്പൂവിനെ ഉപേക്ഷിക്കുവാൻ പഠിച്ചു. അപ്പോൾ നമ്മുടെ ബോധത്തിൽ യാതൊരുവിധ വസ്തുവുമില്ല. ഒരു വസ്തുവിലും തട്ടാതെ നിൽക്കുന്ന വെളിച്ചം പോലെ നമ്മുടെ ബോധം ശുദ്ധമായിരിക്കും അവിടെ. ഈ അവസ്ഥയെക്കുറിച്ചാണ് ഭഗവാൻ ശിവൻ പറയുന്നത് സാക്ഷാത്കരിക്കുക എന്ന്. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കാം, ഒന്നുമില്ലായ്മയിൽ എന്ത് സാക്ഷാത്കരിക്കാനാണ് എന്നുള്ളത്. ഇവിടെയാണ് സത്യത്തിൽ നാം പരാജയപ്പെടുന്നത്. നമ്മൾ ശൂന്യതയെ ഭയപ്പെടുകയാണ്. എന്നാൽ ഈ ശൂന്യത വെറുമൊരു അഭാവമല്ല, മറിച്ച് നമ്മുടെ ശുദ്ധമായ അസ്തിത്വമാണ്. ഒരു വസ്തുവിൽ പതിക്കാതെ നിൽക്കുന്ന നമ്മുടെ ബോധം ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രകൃതത്തിലാണുള്ളത്. മലിനപ്പെടാത്ത അവവാപ്യമായ നമ്മുടെ ആത്മബോധം മാത്രമാണ് അവിടെയുള്ളത്. ഇതിനെയാണ് ഉപനിഷത്തുകൾ അഹം ബ്രഹ്മാസ്മി എന്ന് വിളിച്ചത്. ഈ ശൂന്യസ്ഥലയെ ചരിത്രത്തിലെ മഹാന്മാരായ ഗുരുക്കന്മാർ പല പേരുകളിലാണ് വിളിച്ചിരിക്കുന്നത്. ബുദ്ധൻ ഇതിനെ നിർവാണം എന്ന് വിളിച്ചു, അതായത് വസ്തുക്കളില്ലാത്ത, മോഹങ്ങളില്ലാത്ത ബോധത്തിൻ്റെ വെളിച്ചമെന്ന അർത്ഥത്തിൽ. മഹാവീരൻ ഇതിനെ കൈവല്യം എന്ന് വിളിച്ചു, വസ്തുക്കളിൽ നിന്ന് മുക്തനായ പൂർണ്ണമായ ഏകാകിത്വം എന്ന്. ഭഗവാൻ ശിവൻ ഇതിനെ സാക്ഷാത്കാരം എന്ന് വിളിക്കുന്നു. കാരണം ഈ ശൂന്യതയിലാണ് നമ്മൾ പ്രപഞ്ചത്തോളം വളരുന്നത്. സ്നേഹമുള്ളവരെ, ഈ വിദ്യ ഒരു മാരത്തൺ ഓട്ടം പോലെ അല്ല, മറിച്ച് സാവധാനത്തിലുള്ള ഒരു യാത്രയാണ്. നമ്മളൊരൊറ്റ ഇരിപ്പിൽ മുഴുവൻ വിദ്യയും ചെയ്യാൻ ശ്രമിക്കരുത്. ആദ്യം ഒരു പൂവിനെ സ്നേഹിക്കുക, പിന്നെ അതിൽ ലയിക്കുക, ഒടുവിൽ ആ സ്നേഹത്തെയും ഉപേക്ഷിക്കുക. ഒരു വസ്തുവിനെ കൊണ്ട് നമ്മുടെ ബോധം നിറഞ്ഞു നിൽക്കുന്ന ആ ഘട്ടം പൂർത്തിയായാൽ മാത്രമേ നമുക്ക് ശൂന്യതയിലേക്ക് പതിക്കാൻ കഴിയൂ. ആ അഗാധ ഗർത്തത്തിലേക്ക് വീഴാൻ ഭയപ്പെടാതിരിക്കുക, കാരണം അവിടെയാണ് നമ്മുടെ യഥാർത്ഥ വീടിരിക്കുന്നത്. ഈ വിദ്യ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ധ്യാനമായി മാറും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് മാത്രമായി മാറും. നടക്കുമ്പോൾ നമ്മൾ നടത്തം മാത്രമായി മാറും. വസ്തുക്കളിലൂടെ തുടങ്ങി വസ്തുവിനെ ഉപേക്ഷിക്കുന്ന ഈ രഹസ്യം നമ്മുടെ ഓരോ ശ്വാസത്തിലും ഉണ്ടാകട്ടെ. ഒന്നും തന്നെ നമ്മളെ സ്പർശിക്കാത്ത, എന്നാൽ നമ്മളെല്ലാം അനുഭവിക്കുന്ന ആ പരമമായ തലത്തിലേക്ക് ഈ 23ാമത്തെ വിദ്യ നമ്മളെ നയിക്കും. ഏറ്റവും പ്രിയമുള്ള സത്യ അന്വേഷകരെ, കഴിഞ്ഞ കുറച്ചു സമയമായി നമ്മൾ ഒന്നിച്ച് സഞ്ചരിക്കുകയായിരുന്നു. ഒരു പനിനീർപ്പൂവിൻ്റെ ഗന്ധത്തിൽ നിന്ന് തുടങ്ങി അസ്തിത്വത്തിൻ്റെ അനന്തമായ ശൂന്യതയിൽ നാം എത്തി നിൽക്കുന്നു. വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ ഈ 23ാമത്തെ വിദ്യ വെറുമൊരു സിദ്ധാന്തമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ കരുത്തുള്ള ഒരു ദിവ്യ ഔഷധമാണ്. ഇന്നത്തെ ഈ പ്രഭാഷണ പരമ്പര ഇവിടെ പൂർത്തിയാകുമ്പോൾ എൻ്റെ ഉള്ളിൽ അഗാധമായ ഒരു കൃതജ്ഞതയുണ്ട്. ആദ്യമായി മനുഷ്യബോധത്തിന് ഇത്രയും മഹത്തായ 112 വിദ്യകൾ നൽകിയ ആദ്യ ഗുരുവായ ഭഗവാൻ ശിവനോട്. രണ്ടാമതായി ഈ വിദ്യകളെ ഇത്രയും ലളിതമായും സുന്ദരമായും നമുക്ക് വ്യാഖ്യാനിച്ചു നൽകിയ മഹാനായ ഗുരു ഓഷയോട്.
മൂന്നാമതായി, ദിവ്യബോധം എന്ന ഈ ആത്മീയ സദസ്സിനെ എന്നും നെഞ്ചിലേറ്റുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, നിങ്ങളുടെ അന്വേഷണ തൃഷ്ണയാണ് എന്നെ ഇത്രയും ദീർഘമായി സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഈ പ്രഭാഷണത്തിലെ ഓരോ വാക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ഫുരണമായി മാറട്ടെ. ഒരു പൂവിനെ നോക്കുമ്പോഴോ ഒരു കല്ലിനെ സ്പർശിക്കുമ്പോഴോ ഇനി നിങ്ങൾ പഴയ ആളായിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വീഡിയോകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തിലുള്ള അന്വേഷകരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന എല്ലാവർക്കും, പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി. സത്യത്തെ അന്വേഷിക്കാനുള്ള ഈ യാത്രയിൽ നമുക്ക് ഇനിയും ഒന്നിച്ചു മുന്നേറാനുണ്ട്. ഒടുവിൽ നാം ആ ശുദ്ധമായ ജ്വാലയായി മാറുന്നത് വരെ സ്നേഹപൂർവം നിങ്ങളുടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.